സാധാരണ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഒരുപാട് ഇബാദത്തുകൾ നിർവഹിക്കാൻ, ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കാൻ റമദാനിൽ നമുക്ക് സാധ്യമായിട്ടുണ്ട്. പതിവിലേറെ നമ്മൾ ഖുർആൻ പാരായണം ചെയ്തു, പതിവിലേറെ നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, ദിക്റുകൾ നമ്മൾ ചൊല്ലിക്കൊണ്ടിരുന്നു. രാത്രി നമസ്കാരങ്ങളിൽ വളരെ സജീവമായ നമ്മുടെ പങ്കാളിത്തമുണ്ടായി. നമ്മൾ നോമ്പെടുക്കുന്നവരാണ്. ജമാഅത്ത് നമസ്കാരങ്ങളിൽ സൂക്ഷ്മതയോടുകൂടെ പങ്കെടുത്തു. സുന്നത്ത് നമസ്കാരങ്ങൾ നമ്മൾ കൃത്യമായി ശ്രദ്ധിച്ചു. സ്വതക്കകൾ ഓരോരുത്തരും അവരവരുടെ കഴിവിനനുസരിച്ച്, സാധ്യതകളനുസരിച്ച് സ്വതക്കകൾ നിർവഹിച്ചു. നമ്മൾ നമ്മുടെ സക്കാത്തുകൾ കൊടുത്തു. നമ്മുടെ പുണ്യങ്ങളെയും സൽപ്രവർത്തനങ്ങളെയും അമലുസ്വാലിഹാത്തുകളെയും ഇബാദത്തുകളെയും അള്ളാഹു നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. 6 മാസക്കാലം നോമ്പ് കഴിയുമ്പോൾ 6 മാസക്കാലം കാന സലഫ് യബ്കൂൻ, വളരെ പ്രാധാന്യത്തോടുകൂടെ നമ്മൾ കാണുന്നു. സലഫുകൾ പരിശുദ്ധ റമദാൻ കഴിഞ്ഞാൽ 6 മാസക്കാലം യബ്കൂൻ, അവർ കരയുമായിരുന്നു. എന്തു പറഞ്ഞിട്ടാണ്? 6 അശ്ഹുരിൻ ബഅദ റമദാൻ യസ്അലൂന അല്ലാഹൽ ഖുബൂൽ, അല്ലാഹുവേ ഈ റമദാനിനെ സ്വീകരിക്കണേ എന്ന് പറഞ്ഞിട്ട്, റമദാനിലെ കർമ്മങ്ങളെ കബൂലാക്കണേ